അനൂപ് ആന്റണി ഉപമുഖ്യമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ച. ഇതിൽ ഉപമുഖ്യമന്ത്രി അനൂപ് ആന്റണിയെ പൊന്നാട അണിയിക്കുന്നു. അതെന്തിനാണോ? ഓക്കെ, എന്തായാലും അവർ തമ്മിലുള്ള കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. ആ കൂടിക്കാഴ്ചയിൽ നമുക്കറിയേണ്ടത് പുറത്തുനിന്ന് നമ്മുടെ കന്യാസ്ത്രീകൾ പുറത്തേക്ക് വരിക എന്നുള്ളതാണ്. ഉപമുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിക്കഴിഞ്ഞിരിക്കുന്നു അനൂപ് ആന്റണി. നമുക്കറിയേണ്ടത് ഈ ഊഷ്മളമായ കൂടിക്കാഴ്ചയ്ക്കു ശേഷം അനൂപ് ആന്റണി പുറത്തേക്ക് വരുമ്പോൾ നമ്മുടെ കന്യാസ്ത്രീകളെ മോചിപ്പിക്കാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷ പങ്കുവയ്ക്കുമോ എന്നുള്ളതാണ്. ജാമ്യാപേക്ഷയെ പോലീസ് എതിർക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർക്ക് ഇപ്പോൾ ചാർജ് ചെയ്തിരിക്കുന്ന വകുപ്പുകൾ നിലവിൽ പുറത്തു വന്നിരിക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അത് നിലനിൽക്കില്ല എന്ന് പോലീസിന് ബോധ്യമാകുമോ എന്നുള്ളതാണ്. അത് കോടതിയിൽ പറയുമോ എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. പിന്നിലൊരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടന അവർക്ക് അനുവദിച്ച് നൽകുന്ന അവകാശമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം, പൗരാവകാശം, മതപരമായിട്ടുള്ള അവകാശം, ഇതൊക്കെയുണ്ട്. ഇപ്പോൾ അനൂപ് ആന്റണിയും ഉപമുഖ്യമന്ത്രിയും തമ്മിലുള്ള കൂടിക്കാഴ്ച നടക്കുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. അതിൽ ഉപമുഖ്യമന്ത്രിയുടെ പ്രതികരണം വളരെ നിർണായകമാണ് ഈ വിഷയത്തിൽ. ഇന്നലെ മുഖ്യമന്ത്രി ട്വീറ്റ് ചെയ്തതോടുകൂടി ഉള്ള പ്രതീക്ഷ നശിച്ചിരുന്നു. ഇപ്പോൾ മന്ത്രിയുടെ പ്രതികരണം. result to the BJP of Kerala. Definitely, I think so. Thank you very much for all this support. ഛത്തീസ്ഗഡിലെ ഉപമുഖ്യമന്ത്രിയാണ് ഇപ്പോൾ അനൂപ് ആന്റണിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. അനൂപ് ആന്റണി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം പുറത്തേക്ക് വരികയാണ്. മാധ്യമങ്ങളോട് എന്താണ് ബ്രീഫ് ചെയ്യുന്നത് എന്നതാണ് ഏറെ നിർണായകമായ കാര്യം.